ഇന്ന് നമുക്ക് കൂട്ടുകാർക്ക് പഠിക്കാനുള്ള മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത കേട്ടാലോ? ഇതെഴുതിയതാരാണ്? പി മധുസൂദനൻ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഈ കവിതയിൽ കവി പറയുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. മുക്കുറ്റിപ്പൂവിൻ്റെ നിറം എന്താണെന്ന് നമുക്കറിയാം, മഞ്ഞ നിറം. അപ്പോൾ അത് പൊൻവെയിലിനോട് സാമ്യമുള്ള ആ നിറം. അങ്ങനെ പൊൻനിറമാർന്ന മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്നു നിൽക്കുന്നതാര്? പൂത്തുമ്പകളാണ്. പൂത്തുമ്പകളുടെ നിറം എന്താണ്? തുമ്പപ്പൂവിൻ്റെ വെളുപ്പ്. അപ്പോൾ നിലാവിൻ്റെ നിറം, ആ വെളുത്ത നേർമയുള്ള ഭംഗിയുള്ള ആ ഒരു തൂവെള്ള നിറമാർന്ന തുമ്പപ്പൂക്കൾ. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് കൊണ്ടാണ് ആർക്ക് ചന്തമുള്ള ആ നിറം വന്നത്? ജമന്തിപ്പൂക്കൾക്ക്. ജമന്തിപ്പൂക്കളുടെ നിറം ആലോചിക്കുക. സ്വർണ്ണ നിറം, സ്വർണം കലർന്ന ഒരു തരം ഓറഞ്ച് കളർ. അപ്പോൾ അത് സന്ധ്യയുടെ ആ ഒരു നിറം. അപ്പോൾ ഒരു അന്തിമാനത്തിൻ്റെ നിറം നമുക്ക് മനസ്സിൽ കാണാം. ആ അന്തിമാനത്തിൻ്റെ നിറത്തോട് ചേർന്ന് നിൽക്കുന്നത് ജമന്തിപ്പൂക്കളുടെ നിറം. മഞ്ഞ നക്ഷത്രം പോലെ വെയിലിൽ വിളഞ്ഞു നിൽക്കുന്നത് ആരാണ്? കോളാമ്പിപ്പൂക്കളാണ്. മഞ്ഞണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കോളാമ്പിപ്പൂക്കൾ. കാറ്റിലേക്ക് സുഗന്ധമെല്ലാം കൊടുത്തു നിൽക്കുന്നത് പനിനീർ മലരുകളാണ്. പനിനീരിൻ്റെ സുഗന്ധം എന്ത് മനം മയക്കുന്ന ഒരു ഗന്ധമാണല്ലേ. അപ്പോൾ അത് കാറ്റിന് പകർന്നു കൊടുക്കുകയാണ് പനിനീർ പൂക്കൾ. രാത്രിയിൽ പെറ്റിട്ടത് ആരെയാണ്? കുരുക്കുത്തി മുല്ലപ്പൂക്കളെയാണ്. മുല്ലപ്പൂക്കൾ വിരിയുന്നത് രാത്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ രാത്രിയിൽ കുരുക്കുത്തി മുല്ലകൾ ഉണ്ടായിരിക്കുന്നു. അതുപോലെ രാജകീയമായൊരു പുഷ്പം, രാജമുദ്രയണിഞ്ഞു നിൽക്കുന്നത് ആര്? ചെന്താമരകൾ. ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ ചെന്താമര. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ട് പോലെ, ഒരു ചെറിയ വട്ടത്തിലുള്ള ഒരു കുങ്കുമപ്പൊട്ട് തൊട്ടതുപോലെ നിൽക്കുന്നത് ആരാണ്? വാടാമലരുകളാണ്. വാടാമല്ലിപ്പൂവ് നമ്മൾ കണ്ടിട്ടില്ലേ? വാടാമുല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഒരു നല്ല കട്ടി പിങ്ക് കളറിൽ ഒരു പൊട്ടുപോലെ നിൽക്കുന്ന പൂക്കൾ, ധാരാളമായി ഉണ്ടായി നിൽക്കുന്ന, അധികം വാടാതെ നിൽക്കുന്ന ആ പൂക്കളെ നമുക്ക് മനസ്സിൽ കാണാം. അങ്ങനെ പൂക്കൾ, എത്രയോ പൂക്കളുണ്ട്. ഈ ഭൂമിയുടെ മക്കളായി അവരിങ്ങനെ ഓരോ ദിവസവും പിറന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെമ്പരത്തിപ്പൂക്കളും മുല്ലപ്പൂക്കളും കനകാംബരപ്പൂക്കളും അങ്ങനെ എന്നുവേണ്ട നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പൂക്കൾ. ആ പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളാണ്. നീലവാനത്തെ മിഴികളിൽ നീലവാനത്തെ നിറച്ച് ഇങ്ങനെ മുഖം വിടർത്തി നിൽക്കുന്ന, നീർക്കണങ്ങളാൽ മാല ചാർത്തി നിൽക്കുന്ന പൂക്കൾ, മഞ്ഞുകണങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ പൂക്കളുടെ കവിളത്ത് എന്താണ്? മാല ചാർത്തി നിൽക്കുകയാണ്. ഏത് ചൂടിലും അവർ വാടാതെ നിൽക്കും, ഏതിരുട്ടിലും മന്ദഹസിക്കും. അപ്പോൾ അത് ജീവിതത്തിന് നമുക്ക് തരുന്ന ഒരു പാഠം കൂടിയാണ് പൂക്കൾ നൽകുന്നത്. ഏത് ചൂടിലും അവർ വാടാതെ നിൽക്കുന്നു, ഏത് ഇരുട്ട് വന്നാലും അവർ മന്ദഹസിക്കുന്നു. ഇരുട്ടത്ത് നിൽക്കുന്ന മുല്ലപ്പൂക്കൾ മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ തന്നെയാണ്. ഈ മണ്ണിൻ്റെ കിനാവാണ്, കനവാണ്, സ്വപ്നങ്ങളാണ് പൂക്കൾ എന്ന് പറയുന്നത്.
പൂക്കൾ ജീവൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ്. പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മനസ്സിലൊരു വിഷമം വന്നു നിൽക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ടു വളർത്തിയ ചെടിയിൽ ഒരു പൂ വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധം പൊഴിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ആശ്വാസം ഒരുപക്ഷെ നമുക്ക് മനസ്സിനായേക്കാം. അങ്ങനെ ജീവിതത്തിന് തന്നെയും ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് പൂക്കൾ എന്ന് പറയുന്നത്.